എന്നെ ഓർമ്മയുണ്ടോ? മാലു, എന്താ തനിച്ചിവിടെ? എന്നെ ആർക്കും ഇഷ്ടമല്ല. അങ്ങനെ പറയരുത് മാലു. അമ്മേ, ദേ ഗോപിയേട്ടൻ. നീ എപ്പോ വന്നു? കുറച്ചു നേരമായി. വാടി, നമുക്ക് പോവാം. ഗോപിയേട്ട, നേരെ വീട്ടിൽ നീ വരുന്നില്ലേ? ഞാൻ നാളെ വരാം. അച്ഛന് നിമിഷങ്ങളേ ഉള്ളൂ. ആ കസേരയിലിരിക്കൂ. എനിക്ക് അച്ഛനെ കാണണം. വേണ്ട, സ്വസ്ഥമായി യാത്ര പറയട്ടെ. ഡോക്ടർ? ഇല്ല, ഞാൻ അനുവദിക്കില്ല. എന്തുകൊണ്ട്? എനിക്ക് അദ്ദേഹത്തെ നല്ലപോലെ അറിയാവുന്നതുകൊണ്ട്. പ്ലീസ് ഇരിക്കൂ, എനിക്ക് അല്പം ജോലിയുണ്ട്. പക്ഷെ ഡോക്ടർ, എനിക്ക് കമ്പി അടിച്ചിരുന്നു. മോനെ, അമ്മേ, എനിക്ക് അച്ഛനെ കാണണം. ഡോക്ടർ പരിശോധിച്ചിട്ട് വരട്ടെ. അതിനുള്ള സമയമുണ്ടോ? ദൈവത്തിന്റെ കൈകളില. ലക്ഷ്മിയമ്മേ, അദ്ദേഹത്തിന് ഇഷ്ടമുള്ള എല്ലാ മുഖങ്ങളും ചുറ്റും ഉണ്ടായിരിക്കണം. ഗോപി, നീ വരണ്ട. അച്ഛന്റെ സ്വസ്ഥത ഞാൻ നശിപ്പിക്കില്ലമ്മേ. വേണ്ട, നീ അദ്ദേഹത്തെ കാണണ്ട. വർഷങ്ങളായി ഞാനൊന്ന് കാണാൻ സാധിക്കും. ഇനി ഇനി നീ വന്നത് ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞവരാരും എന്നെ അകത്തേക്ക് അയച്ചതുമില്ല. എല്ലാം വിധിയാണ്. മരിക്കുന്നതിന് മുമ്പ് അച്ഛനെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. മിസ്റ്റർ ജയൻ, അമ്മയെ ആശ്വസിപ്പിക്കൂ. ഗോപി, വരൂ.
വെസ്റ്റേൺ ഡാൻസ് അറിയാമോ? ഫസ്റ്റ് സ്റ്റാൻഡ് ഡാൻസ്, ഡാൻസ് നാടൻസ്. അതെങ്ങനെയാ? സ്വല്പം ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും ഞാൻ ചെയ്യാം. നോക്കിക്കേ, നോക്കിക്കേ. ചെത്തിമന്ദാരം തുളസി പിച്ചകപ്പു മലകൾ ഗുരുവായു അപ്പ നിന്നെ കണി കാണണം. തമാശ തമാശ തമാശ, നാക്കെടുത്ത് തമാശ പറഞ്ഞു. ഒന്നുമില്ല, തമാശക്കാരി. അച്ഛന്റെ ചിതയുടെ ചൂടാറിയിട്ടില്ല. അതിന് ഉണ്ണിയേട്ടന്റെ അച്ഛനല്ലല്ലോ അങ്കിൾ മരിച്ചത്, എന്റെ ഡാഡിയും അല്ല, ഗ്രാൻഡ് പ അല്ലേ? അപ്പോൾ ദുഃഖം ഉണ്ടാവില്ല അല്ലേ? ഇല്ല. നിന്നോട് എന്ത് പറയാനാണ്? ഗ്രാൻഡ് പായുടെ മരണം കൊണ്ട് ഈ വീട്ടിൽ ആർക്കും സങ്കടമില്ല. യമുനെ, എല്ലാം അഭിനയമാണ് അങ്കിൾ. പണക്കാരുടെ വീട്ടിൽ മരണം ഒരു മൈനർ കേസാണ് ഗോപിയേട്ട. ഞാനൊരു രഹസ്യം പറയട്ടെ അങ്കിൾ? അങ്കിളിനെ കമ്പടിക്കാൻ ആരും പറഞ്ഞില്ല. പലർക്കും കമ്പി അടിച്ചിട്ടും പണം കുറെ ബാക്കിയുണ്ടായി. അപ്പൊ ഗോപിയേട്ടനൊന്ന് വെച്ച് കാച്ചി, ഇത്രേ ഉള്ളൂ. എന്നെ അറിയിക്കാൻ ആരും ഇഷ്ടപ്പെട്ടില്ല. അത് നടക്കുവോ? ഞാനതിന് സമ്മതിക്കോ? തമാശ. മാമേ, ഗ്രാൻഡ് പ എവിടെ? എനിക്കറിയില്ല, നീ ചെന്ന് നോക്ക്. കാപ്പി ആർക്കാ ജാനകി? ജയൻ സാറും ഡോക്ടറും മുകളിലുണ്ട്. അപ്പൊ ഗ്രാൻഡ് അവിടെ ഉണ്ടാവും. ഓ, ഗ്രാൻഡ് എങ്ങനെ എവിടെയൊക്കെ തിരക്കി. എന്തിനാ മോളെ? ഒരു കാര്യം ചോദിക്കാൻ. എന്താ? ഞാൻ കരഞ്ഞാൽ എന്റെ മമ്മ എന്നെ ആശ്വസിപ്പിക്കില്ലേ? പിന്നെ ഗോപിയങ്കിൾ എപ്പോഴും സങ്കടത്തില്ല. അപ്പൊ ആശ്വസിപ്പിക്കേണ്ടത് ഗ്രാൻഡ് അല്ലേ? എടി പെണ്ണെ, നിന്റെ സാമർത്ഥ്യം കൂടി പോകുന്നു. നീ എന്തിനാ അവളെ ശാസിക്കുന്നത്? ഞാൻ ഇത്രയും കാലം കുറ്റമില്ലാത്തൊരു ഭാര്യയായി ജീവിച്ചു. പക്ഷേ ഒരമ്മയായിരുന്നില്ല. ഈ ഗ്രാൻഡ് എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും അറിഞ്ഞൂടാ. ജാനകി എവിടെയുണ്ടോ? അപ്പുറത്തെങ്ങാനും കാണും. സൂക്ഷിക്കണം. എന്തിനു? അല്ല, അവള് ഡൽഹിയിലേക്ക് കൂടെ പോരാൻ വേണ്ടിയിട്ട് ജയേട്ടനെ പിടികൂടിയിരിക്കുക. ജയേട്ടനോടല്ല, എന്നോടാ പറഞ്ഞത്. രണ്ടും ഒന്ന് തന്നെ. പക്ഷെ പെണ്ണിനെ കണ്ടില്ലേ? ഒഴുത്തിലടങ്ങാത്ത ജാതിയാ. ഡൽഹിയാ സ്ഥലം. ഉണ്ണിക്ക് പരിചയമുണ്ടോ? അല്ല, പരിചയമില്ല. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഏതായാലും പെണ്ണുങ്ങളെ കൊണ്ടുപോകാൻ പറ്റിയ സ്ഥലമല്ല. എന്താ കാരണം? അതിപ്പോ ഞാൻ എങ്ങനെയാ വെട്ടി തുറന്ന് പറയാ? എന്നാ കൊണ്ടുപോകുന്നില്ല. അപ്പൊ ആ ഒഴിവിലേക്ക് നല്ലൊരാളെ, നല്ല സ്വഭാവമുള്ള ഒരാളെ കൊണ്ടുപോകണം. അത് ഉണ്ണി തന്നെ ആയിക്കോട്ടെ, കുഴപ്പമില്ലല്ലോ. ജയേട്ടനോട് പറയൂ. അല്ല, അതിലും വെയിറ്റ്. ഉണ്ണി എത്ര കിലോ ഉണ്ട്? മിണ്ടിയ തമാശ, നാക്കെടുത്ത തമാശ, ചിരിപ്പിച്ച് മനുഷ്യനെ കൊല്ലു.